ഹായ്, വെൽക്കം ടു ലിയ. നമ്മളിന്നിവിടെ ചെയ്യാൻ പോകുന്ന ഒരു ഹോട്ട് ഓയിൽ ട്രീറ്റ്മെൻ്റ് ആണ്. ആദ്യം തന്നെ നമ്മളുടെ ഈ ക്ലയൻറ്റിൻ്റെ സ്കാൽപ്പ് ഒന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. സ്കാൽപ്പിൽ ഒരുവിധം നന്നായിട്ട് തന്നെ താരനുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കേസുകളിൽ നമ്മൾ താരനൊന്ന് ഇളക്കിയെടുത്തതിന് ശേഷം നമ്മൾ ആ ട്രീറ്റ്മെൻറ്റിലേക്ക് പോകുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമ്മളിവിടെ ആദ്യം തന്നെ ഒരു ഹൈ ഫ്രീക്വൻസി ട്രീറ്റ്മെൻ്റ് ആണ് കൊടുക്കുന്നത്. ഒരു ഹൈ ഫ്രീക്വൻസി കോമ്പ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഈ താരൻ നല്ല രീതിയിൽ ഇളക്കിയെടുക്കും. നമ്മളിപ്പോൾ അത്യാവശ്യം കോമ്പ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഹോട്ട് ഓയിൽ ട്രീറ്റ്മെൻറ്റിലേക്ക് മാറാം. ആദ്യമായിട്ട് തന്നെ നമ്മൾ ഈ ഹെയർ ഒന്ന് പാർട്ടീഷൻ ചെയ്ത് വെക്കണം. ആദ്യം നമ്മളുടെ ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് ഹെയർ ഒന്ന് പാർട്ടീഷൻ ചെയ്ത് വെച്ചു. അതിനുശേഷം നമ്മളിവിടെ തയ്യാറാക്കി എടുത്തു വെച്ചിരിക്കുന്ന ഓയിൽ, ഇതിപ്പോൾ നവരത്നയുടെ ഓയിലാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. ഇത് ചൂടാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മളിത് നല്ല രീതിയിൽ സ്കാൽപ്പിലേക്ക് അപ്ലൈ ചെയ്ത് വെക്കാം. അപ്ലൈ ചെയ്യുമ്പോൾ നമ്മളൊരു ചെറിയ കോട്ടൺ ബോൾ എടുത്തിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിലേക്ക് സ്കാൽപ്പിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഇങ്ങനെ ചെറിയ പാർട്ടീഷൻ എടുത്തിട്ട് സ്കാൽപ്പിലേക്ക് നല്ല രീതിയിൽ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇതുപോലെ ചെറിയ ചെറിയ പാർട്ടീഷനായിട്ട് എടുത്തിട്ട് സ്കാൽപ്പിലേക്ക് നല്ല രീതിയിൽ അപ്ലൈ ചെയ്യാം. ഓയിൽ ഹെയർ ആപ്ലിക്കേഷനിൽ ചെയ്യുന്നതിനകത്ത് ഒരുപാട് ആൾക്കാർക്ക് സംശയമുണ്ട്. നമ്മൾ ഓയിൽ തലയിൽ തേക്കുന്നത് നല്ലതാണോ, അല്ലെങ്കിൽ എല്ലാ ദിവസവും ഓയിൽ അപ്ലൈ ചെയ്യാവോ, അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് പേര് നമ്മുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്. ശരിക്കും എല്ലാ ദിവസവും നമ്മൾ ഓയിൽ അപ്ലൈ ചെയ്യുന്നതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല. നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം ഒരു ഓയിൽ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നതായിരിക്കും മുടിക്കും സ്കാൽപ്പിനും നല്ലത്. നമ്മളിങ്ങനെ ഓയിൽ ട്രീറ്റ്മെൻറ്റ് എന്തിനാണ് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമുക്ക് നമ്മുടെ തലയിലുള്ള താരൻ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാനായിട്ടും അതുപോലെ തന്നെ നമ്മുടെ സ്കാൽപ്പ് നല്ല വൃത്തിയാക്കാനായിട്ടും തലയ്ക്ക് നല്ലൊരു കൂളിംഗ് എഫക്റ്റ് കിട്ടാനായിട്ടും കണ്ണിൻ്റെ പ്രഷർ കുറയ്ക്കാനും ഒക്കെ നമുക്ക് ഈ ഓയിൽ ട്രീറ്റ്മെൻറ്റിൽ കൂടെ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് ഈ സെബോളിക് ഡെർമറ്റൈറ്റിസ് പോലെയുള്ള ഫംഗൽ ഇൻഫെക്ഷൻസ് ഒക്കെ വരുന്നത് തടയാനായിട്ട് നമുക്ക് ഈ ഓയിൽ ട്രീറ്റ്മെൻറ്റിലൂടെ നമുക്ക് സാധിക്കുന്നതാണ്. പക്ഷേ ഈ ഓയിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ നല്ല പ്രോപ്പറായിട്ടുള്ള രീതിയിൽ ഇത് വാഷ് ചെയ്ത് കളഞ്ഞിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് താരൻ അധികരിക്കാനും കാരണമുണ്ട്. അപ്പോൾ ഈ ഓയിൽ ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധാപൂർവം തന്നെ ചെയ്യേണ്ടതുണ്ട്. ഓയിൽ ആപ്ലിക്കേഷൻ കഴിഞ്ഞിട്ട് നമ്മൾ നല്ല രീതിയിൽ ഒരു 10-15 മിനിറ്റോളം മസാജ് ചെയ്ത് കൊടുക്കണം. ഓയിൽ ചെയ്യുമ്പോൾ നമ്മൾ മുടിയിലേക്ക് അങ്ങനെ അധികം ചെയ്യണമെന്നില്ല. നമ്മൾ സ്കാൽപ്പിലാണ് ഈ ഓയിൽ കൊടുക്കുന്നത്. അത് നമ്മൾ മസാജ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ മുടിയിലേക്ക് അത്യാവശ്യം സ്പ്രെഡ് ആയിക്കോളും.
കണ്ടമാനം ഓയിൽ നമ്മുടെ മുടിയിൽ ഇരിക്കുന്നത് അത്ര നല്ലതല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓയിൽ ആപ്ലിക്കേഷൻ കഴിഞ്ഞ് കൃത്യമായിട്ട് ഷാമ്പു വാഷ് ചെയ്തിട്ട് തലയിൽ ഓയിൽ പൂർണ്ണമായിട്ടും നീക്കം ചെയ്യേണ്ടതുണ്ട്. തലയോട്ടിയിൽ ഓയിൽ ഇരുന്ന് കഴിഞ്ഞാൽ അത് സെബോളിക് ഡെർമറ്റൈറ്റിസ് പോലെയോ താരൻ പോലെയോ ഒക്കെയുള്ള മറ്റ് പ്രശ്നങ്ങൾക്കും മുഖക്കുരുവിനും പിമ്പിൾസിനും അല്ലാണ്ട് നമുക്ക് ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ അധികമായിട്ട് വരാനും ഒക്കെ കാരണമാകുന്നുണ്ട്. അപ്പോൾ ഓയിൽ ആപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓയിൽ സ്കാൽപ്പിലായിട്ടുണ്ടെങ്കിൽ ഒരു അരമണിക്കൂറിന് ശേഷം കൃത്യമായിട്ട് വാഷ് ഔട്ട് ചെയ്ത് കളയാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ ഭയങ്കരമായിട്ടുള്ള ഓയിലി ഹെയർ ആയിട്ടുള്ള ആൾക്കാരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോട്ട് ഓയിൽ ആവശ്യവുമില്ല. അങ്ങനെ എല്ലാവർക്കും വേണ്ടുന്ന ഒരു ട്രീറ്റ്മെൻ്റ് അല്ല ഹോട്ട് ഓയിൽ എന്നുള്ളത്. കണ്ടമാനം ഓയിൽ സ്കിന്നായിട്ടുള്ളവർ പാടെ ഓയിലിൻ്റെ ഉപയോഗം കുറയ്ക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ മുഖക്കുരുവിനും മറ്റ് പ്രശ്നങ്ങൾക്കുമൊക്കെ കാരണമാകും. നമ്മളൊരു 15-20 മിനിറ്റോളം ഇപ്പോൾ മസാജിങ് ഏതാണ്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ഹോട്ട് ഓയിൽ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 അവർ എടുക്കുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ്. അപ്പോൾ നിങ്ങൾ വളരെ ഷോർട്ടായിട്ടാണ് നമ്മളിതിൽ കാണിക്കുന്നത്. കാരണം നമ്മുടെ വീഡിയോസ് അധികം ലെങ്തി ആവാതിരിക്കാനായിട്ട് ആദ്യം നമ്മൾ മറ്റ് ഹൈ ഫ്രീക്വൻസി കോമ്പ് ഉപയോഗിച്ച് നമ്മൾ താരനെല്ലാം ഇളക്കി അതിനുശേഷം ഓയിൽ ആപ്ലിക്കേഷൻ ചെയ്തു. ഒരു 15-20 മിനിറ്റോളം ഓയിൽ വെച്ചിട്ട് നമ്മൾ മസാജ് ചെയ്തു. സ്കാൽപ്പ് നല്ല രീതിയിൽ മസാജിങ് കഴിഞ്ഞു. ഇനി നമ്മളിതിനൊരു സ്റ്റീം കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് നമ്മളൊരു 5-6 മിനിറ്റ് ഇത് സ്റ്റീം കൊടുക്കും. സ്റ്റീം കൊടുക്കുമ്പോഴും ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കണ്ടമാനം മുടി കൊഴിച്ചിൽ പ്രോബ്ലംസ് ഒക്കെ ഉള്ള ആളുകൾക്ക് അധികം സ്റ്റീം കൊടുക്കേണ്ടതില്ല. അതുപോലെ തന്നെ പിമ്പിൾസിൻ്റെ പ്രോബ്ലം ഉള്ള ആളുകൾക്കാണെങ്കിലും അധികം സ്റ്റീം നമ്മൾ കൊടുക്കണ്ട. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ പിമ്പിൾസ് അധികം ആകാനായിട്ടൊക്കെ സാധ്യത കൂടുതലുണ്ട്. അപ്പോൾ വളരെ കുറഞ്ഞ അളവിൽ അല്പനേരത്തേക്ക് മാത്രം നമ്മൾ സ്റ്റീം കൊടുത്താൽ മതിയാവും. ഇപ്പോൾ നമുക്ക് ഏതാണ്ട് ആവശ്യത്തിനുള്ള സ്റ്റീമിംഗ് ഒക്കെ ആയി. നമുക്കിത് മാറ്റാം. ഹോട്ട് ഓയിൽ നമ്മൾ സ്റ്റീമിങ് കഴിഞ്ഞിട്ട് അങ്ങനെ ഡയറക്റ്റായിട്ട് പോയിട്ട് നമ്മൾ ഇവരുടെ മുടി വാഷ് ചെയ്യാൻ പാടില്ല. ഒരു 5 മിനിറ്റ് അങ്ങനെ വെച്ചേക്കണം. അതൊന്ന് മുടിയും സ്കാൽപ്പും ഒന്ന് തണുത്തതിന് ശേഷം മാത്രമാണ് നമ്മൾ ഇനി വാഷ് ചെയ്യാനായിട്ട് പാടുള്ളൂ. ഇനി വാഷ് ചെയ്തിട്ട് നമ്മൾ നല്ല രീതിയിൽ ബ്ലോ ഡ്രൈ ചെയ്ത് സെറ്റ് ചെയ്തവരെ പറഞ്ഞയക്കും. ഇങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റിൽ വീക്ക്ലി വൺസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഹെയർ ഗ്രോത്തിനും അതുപോലെ തന്നെ ഡാൻഡ്രഫ് തടയാനൊക്കെ വളരെ നല്ലതാണ്. അതുപോലെ കണ്ണിൻ്റെ പ്രഷർ കുറയ്ക്കാനായിട്ടൊക്കെ നല്ലതാണ്. പ്രത്യേകിച്ച് ഞാനിവിടെ ഉപയോഗിക്കുന്ന നവരത്നയുടെ ഓയിലാണ്. വളരെ നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ്. ഇപ്പോൾ ഇതാണ്ട് വാഷിംഗ് ടൈം ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ വാഷ് ചെയ്യുന്നപ്പോൾ നമ്മളിത് കാണിക്കുന്നില്ല, കാരണം അകത്ത് നല്ല തിരക്കാണ്. അപ്പോൾ ഇവർ ആ ഓർഡർ അനുസരിച്ച് പോയി ഹെയർ വാഷ് ചെയ്തിട്ട് വന്നോളൂ. ഹെയർ വാഷിംഗ് കഴിഞ്ഞ് വന്നിട്ടുണ്ട്. ഏതാണ്ട് 1 മണിക്കൂറോളം എടുക്കുന്ന ഈ ഹോട്ട് ഓയിൽ ട്രീറ്റ്മെൻറ്റ് ഇവിടെ അവസാനിക്കുകയാണ്. ഇതോടുകൂടി ഏതാണ്ട് 1 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ഹോട്ട് ഓയിൽ മസാജിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഇവിടെ അവസാനിക്കുകയാണ്. ഇനി അടുത്തൊരു വീഡിയോയിൽ കണ്ടുമുട്ടുന്നത് വരെ താൽക്കാലികമായി ഇവിടെ പറയുന്നു, നിങ്ങളുടെ സ്വന്തം ജിജി എബ്രഹാം.